ഗായ്സ് ഓക്കെ അപ്പോൾ ഗൈസ് അപ്പം നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് അല്ലേ ഗൈസ് മിസ്റ്റർ ബീസ്റ്റ് ഓക്കെ നമ്മുടെ മിസ്റ്റർ ബീസ്റ്റുകളൊക്കെ ഇന്ത്യയിലോട്ട് എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മുടെ മിസ്റ്റർ ബീസ്റ്റുകളൊക്കെ ഇന്ത്യയിലൊക്കെ വന്നതെന്ന് വെച്ചാൽ ഗൈസ് ചാലഞ്ചിന് വേണ്ടിയിട്ടാണ്. ഓക്കെ നമ്മുടെ ഇന്ത്യയിലുള്ളവർക്ക് എന്തായാലും ചാലഞ്ചുകളൊക്കെ എന്തായാലും ചെയ്തിട്ട് ഗിഫ്റ്റുകളൊക്കെ എന്തായാലും കൊടുക്കാനായിട്ടാണ് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റുകളൊക്കെ വന്നതെന്ന് വെച്ചാൽ ഓക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ എന്തായാലും പുള്ളിയുടെ ഒരു ലൈവുകളൊക്കെ എന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ നമുക്ക് എന്തായാലും പോയിട്ട് ആരും ലൈവില്ല, അത് നൈസായിട്ട് അങ്ങ് കാണാം ഗൈസ് ഓക്കെ. പുള്ളിയുടെ ഒരു വീഡിയോസ് ഞാൻ മറക്കാതെ കാണാറായിട്ടില്ല ഗൈസ് ഓക്കെ. ഞാൻ എന്തായാലും എല്ലാ ദിവസവും എന്തായാലും നമ്മുടെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് ഓക്കെ. ഏകദേശം എല്ലാ ദിവസവും എന്തായാലും നമ്മുടെ മിസ്റ്റർ ബീസ്റ്റുകളൊക്കെ ലൈവുകളൊക്കെ ഇടും ഗൈസ് ഓക്കെ. നമുക്ക് എന്തായാലും പുള്ളിയുടെ ലൈവിരുന്ന് നൈസായിട്ട് കാണാം ഗൈസ്. ഇന്നിപ്പോൾ എന്താണെന്തോ ചാലഞ്ചായിട്ട് പുള്ളി വന്നേക്കണമെന്ന് വെച്ചാൽ ഓക്കെ. നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മുടെ ഏതാണ് കമ്പ്യൂട്ടറിൽ നമുക്ക് എന്തായാലും പുള്ളിയുടെ ഇന്നത്തെ ലൈവുകളൊക്കെ നൈസായിട്ട് എന്തായാലും കാണാം ഓക്കെ. ഹലോ ഗൈസ്, ഞാനാണ് ഗൈസ് മിസ്റ്റർ ബീസ്റ്റ്. അപ്പം എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ലൈവിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ ഈ ഒരു ലൈവിലെ കാര്യങ്ങളൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ചാലഞ്ച് ആയിട്ടാണ് വന്നേക്കണെന്ന് വെച്ചാൽ ഈ ഒരു ഏതാണ് ചാലഞ്ചിന് ഞങ്ങളൊക്കെ ജയിക്കണവർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഞാൻ ഫ്രീ ആയിട്ട് ഈ കാണുന്ന ഗോൾഡൻ ഫോർഡ് മസ്റ്റാങ് GT ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പം ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന വീടിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ഒരു വലിയൊരു സ്റ്റാൻഡ് റൈസ് മുഴുവനായിട്ട് ഒറ്റ അറ്റംപ്റ്റ് തന്നെ കംപ്ലീറ്റ് ആക്കണവർക്ക് ഞാൻ ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഫോർ ഫ്രീ ആയിട്ട് ഞാൻ ഈ കാണുന്ന ഫോർഡ് മസ്റ്റാങ് GT ഞാൻ കൊടുക്കുന്നതാണ്. അപ്പൊ എന്തിനാണ് മക്കളെ വെയിറ്റ് ചെയ്തിരിക്കണത്? പെട്ടെന്ന് ഓടിച്ചാടി വാ, എന്നിട്ട് ജയിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. എന്നിട്ട് വൈകിട്ടാകുമ്പോൾ ഈ വണ്ടി എടുത്തോണ്ട് ഒരു ടോപ്പ് സ്പീഡൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പോ. അപ്പം എല്ലാവരും ഇപ്പോൾ തന്നെ വന്ന് ഈ വണ്ടി സമ്മാനമായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ബൈ മിസ്റ്റർ ബീസ്റ്റ്. ഇതിപ്പോൾ എന്താണ് ഗൈസ് ഞാൻ ഈ കേട്ടത്? നമ്മുടെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഇന്നത്തെ ലൈവിൽ കണക്ക് കൊടുത്തിരിക്കണേന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യയിൽ കണക്ക് വെച്ചിട്ടുള്ള ഒരു സ്റ്റണ്ട് റേസ് ആണ് കേട്ടോ. ഈ ഒരു സ്റ്റണ്ട് റേസിന് കണക്ക് എന്തായാലും ജയിക്കുകയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഗോൾഡൻ ഫോർഡ് മസ്റ്റാങ് GT ഫ്രീ ആയിട്ട് ഒരു പൈസ പോലും വാങ്ങിക്കാതെ നമ്മുടെ മിസ്റ്റർ ബീസ്റ്റുകളൊക്കെ നമുക്ക് തരുമെന്നാണ് ഗൈസ് പറഞ്ഞു ഓക്കെ. എന്നാൽ പിന്നെ ഇപ്പം തന്നെ പോയിട്ട് തന്നെ കാര്യം ഗൈസ് ഓക്കെ. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഗൈസ് ആ ഒരു സ്റ്റണ്ട് റൈസിന് എന്തായാലും നൈസായിട്ട് എന്തായാലും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഗൈസ് ഓക്കെ. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ ഓക്കെ. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും സ്റ്റണ്ട് റൈസിനും എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഗൈസ് ഓക്കെ. ഇതെന്താണ്, ഞാൻ സ്വിമ്മിങ് പൂളിലൊക്കെ വീണല്ലോ ഓക്കെ. നമുക്കെന്തായാലും ഇതെന്താണ്? ഓ ഗൈസ്, ഈ സ്റ്റണ്ട് റൈസില്ലേ ഓക്കെ, ഈ സ്റ്റണ്ട് റൈസ് എൻ്റെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് നടക്കണമെന്ന് വെച്ചാൽ ഓക്കെ. നമ്മുടെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ലൈവിലാണെങ്കിൽ എൻ്റെ വീട് നൈസായിട്ട് കണ്ടത് ഗൈസ് ഓക്കെ. അതെന്തായാലും കൊള്ളാം ഓക്കെ. ഞാൻ ഫേമസ് ആയി ഗൈസ് ഓക്കെ. എന്തായാലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഗൈസ് ഈ സ്റ്റണ്ട് റേസുകളൊക്കെ നടക്കണമെന്ന് വെച്ചാൽ ഓക്കെ. ഞാൻ പിന്നെ ഷിൻചാനെ പിഞ്ചാനെ ആരെയും വിളിച്ചില്ല ഗൈസ് ഓക്കെ. എനിക്ക് തന്നെ ഒറ്റയ്ക്ക് ആ വണ്ടി സ്വന്തമാക്കണം കേട്ടോ. എന്തായാലും നമുക്കെന്തായാലും ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഈ ഒരു റേസിനുകളൊക്കെ മാക്സിമം എന്തായാലും ജയിക്കാനായിട്ട് നോക്കാം. ഹലോ സാറേ 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 ആരാണ് എന്നെ വിളിക്കണത്? ഹലോ സാറേ ബാക്കിലെന്താണേ? സാറേ താൻ എവിടെയാണോ സാറേ? ബാക്കിൽ ഇങ്ങോട്ട് നോക്ക്. ആ ശരി ശരി. ഓ സാറേ, ഞാനാണ് ഈ ഒരു ഏതാണ് സ്റ്റണ്ട് റേസുകളൊക്കെ ഓർഗനൈസ് ചെയ്ത. ഇത് ഫുള്ളായിട്ട് ഏറ്റെടുത്തത് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റാണ്. പക്ഷേ ഈ സ്റ്റണ്ട് റേസ് കൊണ്ടുനടക്കണ പക്ഷേ ഇപ്പോൾ ഞാനാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റണ്ട് റേസിന് സാറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? പിന്നെ അല്ലാതെ ഞാൻ ഈ സ്റ്റണ്ട് റേസിന് കളിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ വന്നതെന്ന് വെച്ചാൽ. അപ്പോൾ സാറിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബൈക്ക് എടുത്ത് ഈ സ്റ്റണ്ട് റേസ് അങ്ങ് നൈസായിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ചേട്ടാ, അപ്പം ശരി. അപ്പം ഞാൻ എന്തായാലും ജയിച്ചിട്ട് കാണാം ചേട്ടാ. ആ ശരി ചേട്ടാ. പക്ഷെ എൻ്റെ അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ജാടാണല്ലോ, ഇപ്പോഴേ ജയിച്ചിട്ട് കാണാമെന്നൊക്കെ പറയണല്ലോ. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ ജയിച്ചോട്ട് ചേട്ടാ. ആ ഇവിടെ ശരി വണ്ടി എടുത്തുകൊണ്ട് നേരെ റേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ആ ശരി ചേട്ടാ. ഓക്കെ, ഇവിടെ ഇപ്പം എന്തായാലും കേസ് നമ്മുടെ സ്റ്റണ്ട് റേസുകളൊക്കെ നൈസായിട്ട് അങ്ങനെ സ്റ്റാർട്ടായേക്കാണ് കേട്ടാ. ഫസ്റ്റ് എന്തായാലും കേസ് വേറൊരാളുകളൊക്കെയാണ് നമ്മുടെ ഈ റേസിലൊക്കെ കളിക്കാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഓക്കെ. ഞാൻ ഏറ്റവും അവസാനമാണ് ഓക്കെ. 3 പേര് എന്തോ ഉണ്ട് ഓക്കെ. എടോ ഒന്ന് വാടച്ചിരിക്കട്ടോ, ഞാൻ ഒന്ന് ഈ സ്റ്റണ്ട് റേസിന് ജയിച്ചോട്ടെ. ആ ചേട്ടാ ഓക്കെ. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഈ ഒരു സ്റ്റണ്ട് റേസിലൊക്കെ എങ്ങനെയെങ്കിലും മാക്സിമം ജയിക്കാനായിട്ട് എന്തായാലും നോക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്കെന്തായാലും നമ്മുടെ വണ്ടിയും കൊണ്ടെന്നാലും കാത്തിച്ചൂടെ. എൻ്റെ പൊന്നെ ഇടിക്കല്ലേ. നമുക്ക് എങ്ങനെയെങ്കിലും കേസ് ഈ സ്റ്റണ്ട് റേസിന് ജയിക്കണം കേസ് ഓക്കെ. അല്ലാതെ ശരിയാവത്തില്ല ഓക്കെ. ഇതെന്താണ് ഇതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് കറങ്ങണേ എന്തിന്? അത് കുഴപ്പമില്ല ഓക്കെ. നമുക്കെന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ
പോവാം കേസ്. ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് കേസ്. ഓക്കെ ഈ റേസിലല്ലേ മറ്റേ ഫ്രാങ്ക്ലിൻ ഉണ്ട്. ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ ഇച്ചിരി സീനാണ് കേസ്. ഓക്കെ അവൻ എന്തായാലും ചിലപ്പോൾ ഈ റേസിന് ജയിക്കാൻ ചാൻസ് ഉണ്ട് കേസ്. ഓക്കെ അവന് നേരെ എന്തായാലും നമ്മുടെ വണ്ടി കൂടെ കത്തിച്ചു പോയി. ഇതിപ്പോൾ എന്താണ് സീൻ? ഞാൻ എന്താണ്ട അടി പോയി ഞാൻ തോറ്റുപോയല്ലോ. ഇപ്പം എന്ത് സീനാണല്ലേ? ഞാനാണെങ്കിൽ നൈസായിട്ട് തോറ്റുപോയി. കഷ്ടം തന്നെ. അടുത്തെന്ന് വെച്ചാൽ ഒരു പെണ്ണാണ് കേട്ടോ. ഇവളെ ഏതാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ ഇവളെന്തായാലും പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് എന്തായാലും വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ എന്താണ് പറ്റിയത്? ഇവളെ വണ്ടി കുടുങ്ങിയല്ലോ. അയ്യോ ഇതിപ്പോ എന്താണ് ഈ സംഭവിക്കണത്? എന്റെ വണ്ടി ഇവിടെ കുടുങ്ങിയല്ലോ. ബെസ്റ്റ് എന്റെ ഒരു ഓവർ കോൺഫിഡൻസ് കാരണം ഞാൻ താണ്ട വീണല്ലോ. ഞാൻ എന്തായാലും നൈസായിട്ട് എന്തായാലും തോറ്റുപോയി കേസ്. ഇനിയിപ്പോ പുറകിലുള്ള മറ്റേ ഫ്രാങ്ക്ലിൻ എന്നുള്ളവനില്ല, അവൻ നൈസായിട്ട് കേറിപ്പോവല്ലോ. ഇതെന്ത് കഷ്ടമാണ് ഗൈസ്. ഞാനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ജയിക്കായിരുന്നു, പക്ഷെ എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. എന്ത് കഷ്ടമാണല്ലേ ഗൈസ്. ഇനിയിപ്പോ എന്തായാലും ഞാനും കൂടെ എന്നാലും ബാക്കിയുള്ള കേട്ടാ. ഞാനും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ ഗൈസ് ഈ ഒരു റേസുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടാ. ഇതിൽ എനിക്ക് എങ്ങനെയെങ്കിലും ജയിച്ചാൽ പറ്റും കേട്ടാ. ആദ്യം പോയവനും ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഗൈസ്. ഓക്കെ അവ എന്നെ പറ്റി എന്തൊക്കെയോ പറഞ്ഞാണ് പോയെന്ന് വെച്ചാൽ. ഓക്കെ തോൽക്കുകയും ചെയ്തു ഗൈസ്. ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഒക്കെ നമുക്ക് എന്തായാലും മാക്സിമം ഈ റേസിനെ ജയിക്കാനായിട്ട് നോക്കാം കേട്ടോ. നമുക്ക് എന്തായാലും മാക്സിമം എന്തായാലും വീഴാതെ എന്തായാലും പോവാം ഗൈസ്. ഓക്കെ നമുക്കൊരു ധൃതിയില്ല ഗൈസ്, പതുക്കെ പോയാൽ മതി. ഓക്കെ പതുക്കെ വെച്ചാൽ വളരെ പതുക്കെ പോയാൽ മതി, ഒരു ധൃതിയില്ല ഗൈസ്. ഓക്കെ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഒരു സാധനം കിടന്നൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പോകെ നേരത്തെ പോയവൻ എന്തായാലും അത് കടന്നു പോകാനുള്ള ക്ഷമയില്ല. അവൻ പറത്തി അങ്ങ് കയറിപ്പോയി, അതുകൊണ്ടാണ് അവൻ വീണേന്ന് വെച്ചാൽ. ഓക്കെ ഞാൻ പിന്നെ ഒരു അടിപൊളി ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡ്രൈവറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സൂക്ഷിച്ച് കണ്ടൊക്കെ വണ്ടി ഓടിക്കത്തുള്ളൂ. ഓക്കെ ഞാൻ തോന്നിയ പോലെ വണ്ടി ഓടിക്കാൻ തന്നെയല്ലോ. ഓക്കെ ഇവിടെ എന്തായാലും മറ്റൊരു കണ്ടെയ്നർ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഈ കണ്ടെയ്നറിൽ ചാടാം കേട്ടോ. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ മരങ്ങൾ കണക്കെന്തായാലും ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ എന്തായാലും ഈ മരങ്ങളൊക്കെ നോക്കി എന്തായാലും പോവാം കേട്ടോ. ഈ മരങ്ങൾ ഇച്ചിരി സീനാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നേരെ ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ നമുക്കെന്തായാലും ഇവിടെ നിന്ന് എന്തായാലും പിടച്ചു വിടാം കേട്ടോ. പക്ഷെ എൻ്റെ പോന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ വിടവൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എങ്ങനെ വീണ് കഴിഞ്ഞാൽ തീർന്നു എടുക്കുക. നമുക്ക് എന്തായാലും സൂക്ഷിച്ചെന്നാലും വണ്ടി ഇറക്കാം കേട്ടോ. എനിക്കൊരു ധൃതിയില്ല, പതുക്കെ പോയാൽ മതി. എങ്ങനെയെങ്കിലും ഈ റേസിന് ജയിക്കണം കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും കേസ് ഇവിടെ നിന്ന് പോകാം. എൻ്റെ പൊന്നെ ഇവിടെ എന്തായാലും കണ്ടെയ്നറുകളൊക്കെയാണ്. ഓക്കെ എന്തായാലും ഈ കണ്ടെയ്നറിൻ്റെ മുകളിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഈ റേസിന് ജയിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് അങ്ങ് ഓടിച്ച് പോയാൽ മതി. ഓക്കെ ഈ കോണിന് വെളിയിൽ കിടക്കാൻ പാടില്ല കേട്ടോ, എന്നാൽ നമ്മൾ ഔട്ടാവും കേസ്. ഓക്കെ കോണിന് വെളിയിൽ കിടക്കാൻ പാടില്ല കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ ഞാൻ ഇപ്പോൾ ഔട്ടായന കേസ്. ഓക്കെ ഞാൻ കോണിന് വെളിയിൽ പോയി കേസ് അറിയാതെ. ഓക്കെ അതിന് വേറെ വിഷയം തന്നെയല്ല കേട്ടോ. നമുക്കതായാലും ഇവിടെ നിന്ന് എന്തായാലും കത്തിച്ച് വിടാം കേട്ടോ. എന്തായാലും നമുക്കെന്തായാലും ഇവിടെ നിന്ന് എന്തായാലും പിടച്ച് വിടാം കേട്ടോ. ഓക്കെ വണ്ടി എന്തായാലും തിരിച്ചൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് എന്തായാലും പോവാം കേട്ടോ. ഒരിടത്തും ഒരു മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല കേട്ടോ. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ നിന്ന് എന്തായാലും കത്തിച്ചങ്ങ് വിടാം കേസ്. ഓക്കെ ഞാൻ അങ്ങനെ ഏകദേശം ഈ റേസിന് ജയിക്കാറായിട്ടുണ്ട് കേസ്. ഓക്കെ യെസ് ഞാനങ്ങനെ ഫൈനലി ഏകദേശം ഈ റേസ് ജയിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താണ് ഇവിടെ ഒരു ജമ്പൊക്കെ ഉണ്ടല്ലോ. ഈ റേസ് അപ്പോൾ കംപ്ലീറ്റ് ആയില്ലേ? ഇനിയും ഉണ്ടോ? ഇനിയും ഉണ്ടാവും കേസ്. ഓക്കെ നമുക്കെന്തായാലും നോക്കിയൊക്കെ കേസ്. ഓക്കെ നമുക്കെന്തായാലും ഇവിടെ നിന്ന് നേരെ എന്തായാലും മുന്നോട്ട് പോകാം കേസ്. ഓക്കെ പക്ഷെ എൻ്റെ പൊന്നെ ജസ്റ്റ് ചേട്ടാ ഞാൻ ഇപ്പോൾ ഔട്ടായാണ് കേട്ടാ. അവിടെ ആണെങ്കിൽ വലിയൊരു റാമ്പ് ഉണ്ട്. ഓക്കെ അവിടെ വെച്ച് ജസ്റ്റ് എന്തായാലും ഒന്ന് കുറച്ച് കൂടുതൽ ഓവർ കോൺഫിഡൻസ് എടുത്ത് കേസ്. ഓക്കെ ഇതെന്താണ് ഈ റേസ് ഒരിക്കലും തീരൂലേ? ഇത് കുറേ ആയല്ലോ. ഓക്കെ നമുക്കെന്തായാലും പോയി നോക്കാം. ഓക്കെ അവിടെ വലിയൊരു ജമ്പ് കാണുന്നുണ്ട് കേട്ടോ. ആ ജമ്പും കൊണ്ട് നൈസായിട്ട് ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ റേസിന് ജയിച്ചേസ്. ഓക്കെ അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. യെസ് നമ്മളങ്ങനെ ഫൈനലി ഈ റേസിന് ജയിച്ചേക്കാണ്. ഓക്കെ മിസ്റ്റർ ഫ്രാങ്ക്ലിൻ നിങ്ങളാണ് ഈ ഒരു സ്റ്റണ്ട് റേസിന് ജയിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് ഈ കാണുന്ന ഗോൾഡൻ ഫോർഡ് മസ്താങ് GT ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരാൻ പോകുന്നത്. താങ്ക് യു അണ്ണാ. താങ്ക് യു മിസ്റ്റർ ബീസ്റ്റ് അണ്ണാ. താങ്ക് യു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. ശരി. ഓക്കെ അങ്ങനെ നമുക്കങ്ങനെയല്ല ഫൈനലി കിടല വണ്ടി കിട്ടിയേക്കാണ് കേട്ടാ. എന്തായാലും നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു കിടുക്കാച്ച് പോൾക്കോസ്കി വണ്ടി കണക്കാണ് കേട്ടോ തന്നേന്ന് വെച്ചാൽ. ഓക്കെ എന്തായാലും നമുക്കെന്തായാലും ഇതും കൊണ്ട് എന്തായാലും പോവാം കേട്ടാ. എന്തായാലും ഷിൻചാനും പിങ്ചാനും ആരും ഇതിൽ പങ്കെടുക്കാത്ത നന്നായി കേട്ടോ. എന്നാൽ നമ്മൾക്ക് ഈ വണ്ടി അത്രയ്ക്ക് നേരെ വണ്ടി കിട്ടൂലായിരുന്നു. ഓക്കെ ഇതിപ്പോൾ എന്താണ് ഈ സംഭവിച്ചത്? ഈ വണ്ടി ഇവിടെ കൊണ്ട് ഇടിച്ചല്ലോ. ബെസ്റ്റ്. ഞാൻ വീണ്ടും ഒരു അടിപൊളി ഒരു കിടിലൻ വീഡിയോ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു.
ഓക്കെ അപ്പം പുതിയൊരു കിടന്ന വീട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.